ഞാനൊരു നാടിൻ്റെ കഥ പറയാം. കുറച്ച് ധീരന്മാരുടെ കഥ പറയാം. നിർഭാഗ്യമെന്ന ഒറ്റപ്പേരിൽ ശിരസ് താഴ്ത്തപ്പെടേണ്ടി വന്ന ധീരന്മാരുടെ കഥ. പലതവണ കരകയറുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴും കറുത്തുമൂടിയ കാർമേഘകൾ മാത്രം കണ്ടിരിക്കേണ്ടി വന്നവരുടെ കഥ. 2021 എന്ന വർഷത്തിൽ ഒരു രാജാവ് കുറച്ച് പടയാളികളുമായി ഒരു നാട് കീഴടക്കണം. പക്ഷേ അവസാന അധ്യായത്തിൽ ആ രാജാവിനെയും പടയാളികളെയും ശത്രു സൈന്യം പരാജയപ്പെടുത്തി. തുടരെ 2 വർഷങ്ങൾ കടന്നുപോയി. ആവർത്തിച്ചു വന്ന യുദ്ധങ്ങളെല്ലാം കൈവിട്ടു പോയിക്കൊണ്ടേയിരുന്നു. അവസാനം ആ രാജാവും ആ ദേശം വിട്ട് അകന്നുപോയി. കൂടെ പ്രധാന ഹസ്ത്രങ്ങളും പോരാളികളും ആ നാടിനെ തനിച്ചാക്കി മടങ്ങി. എന്നാൽ ഇന്നിൻ്റെ നിറവേദിയിൽ ഇതാ മറ്റൊരു രാജാവിനെ അവർ സ്വീകരിച്ചിരിക്കുന്നു. കൂടെ ഒരു ദേവന് പകരം ഒരു ചെകുത്താനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. എതിരാളികളെ ഛിന്ന ഭിന്നമാക്കി മാത്രം പരിചയമുള്ള ഒരു ചെകുത്താൻ തന്നെ. എതിർകോട്ടയിൽ തൻ്റെ ഹസ്ത്രങ്ങൾ കുത്തിനിരക്കുന്ന ഒരു യഥാർത്ഥ ഡെവിൽ. മുഴുവൻ സ്വാധീനം കൊണ്ട് ആ രാജ്യം വെട്ടിപ്പിടിക്കാൻ അവർ ഒരുങ്ങി തയ്യാറാകുന്നു. യെസ്, ലെറ്റ്സ് വെൽക്കം ദ മൊറോക്കൻ ഡെവിൽ നോവ സദോയ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ടും ഇന്ത്യൻ ഫുട്ബോളായിട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് റിവ്യൂ ആയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും കോപ്പ അമേരിക്ക യൂറോ കപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഇൻസ്പിറേഷനും ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു സീസൺ അല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി എന്താണ് ചെയ്യാൻ കാരണം, അതായത് ആ യൂറോ കപ്പിൻ്റെയും കോപ്പ അമേരിക്കയുടെയും ശൈലിയിലൊക്കെ വീഡിയോ ചെയ്താൽ പോരെന്ന് ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളെ ടീമിനെ പറ്റി വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെ പറ്റിയ വീഡിയോ ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഒരു സൈനിങ് ആയിട്ടുള്ളത് നോവ സദോയാണ്. ഈ സൈനിങ് ഒരു 2 വർഷങ്ങൾക്ക് അല്ല, 1 വർഷത്തിന് മുമ്പേ നമ്മൾ കേട്ടാണ് 2 വർഷങ്ങൾക്കുള്ള ഒരു കരാറ് രൂപേണ നോവ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇത് ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തത് ഇന്നലെയോ മിഞ്ഞാന്നോ ആയിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. നോവ സദോയ് വേറൊരു ടീമിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരുപാട് ആരാധകർ വിശ്വസിച്ചു എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസമാണ് നോവ സദോയെ സൈൻ ചെയ്തതായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നോവ സദോയ് നമ്മളെ ടീമിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഇത്തവണ ചാമ്പ്യന്മാരാകുമെന്നുള്ളത് ഏറെക്കുറെ നമുക്ക് കുറേ പ്രതീക്ഷ ഉണ്ട്. പറച്ചിൽ മാത്രമല്ല, അത് കാര്യത്തിലുണ്ട്. കാരണം നോവ സദോയെ പറ്റി ഞാൻ പൊക്കി അടിച്ച് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞ സീസണിൽ നിങ്ങൾ കണ്ടായിരിക്കും. ടോപ്പായിട്ട് റൺ ചെയ്യുന്നൊരു താരമാണ്. അതായത് സ്പീഡി ആയിട്ടുള്ള ഒരു റണ്ണിങ് സ്കില്ലുള്ള ഒരു താരമാണ്. അതുപോലെ തന്നെ ഷോട്ടുകൾ എന്ന് പറയേണ്ടത് അതിഭയാനകരമായിട്ടുള്ള ഷോട്ടുകൾ തുടുത്തു വിടാൻ കഴിയുന്ന ഒരു താരമാണ്. പിന്നെ മോസ്റ്റ് അണ്ടർറേറ്റഡ് ആയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് കഴിവുകളാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പല മത്സരങ്ങളിലും വിങ്ങുകളിലൂടെ ഡ്രിബ്ലിംഗ് ചെയ്ത് മുന്നേറുന്ന കാഴ്ചകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരായാലും ഫുട്ബോൾ ആരാധകരായാലും ഒക്കെ കണ്ടു കഴിഞ്ഞ ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നോവ സദോയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്കിൽഫുൾ മൊമെൻറ്റ് നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ നോവ സദോയ് നമ്മളെ യാസിറിന് ഒരു പാസ് കൊടുത്തിട്ടുള്ള പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ISLൻ്റെ ഗോവയുടെ ചില മത്സരങ്ങളിൽ. അപ്പോൾ അതുപോലെ ഒരു സ്ട്രൈക്കർ, പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രൈക്കറും കൂടെ നമുക്ക് അവിടെ ഉണ്ടാവും. അതിന് പെപ്രയും സിറ്റീരിയും ഒക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പാസിലൂടെയും ഗോളിലൂടെയും ഇതുപോലെയുള്ള കുറേ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ട് ആ കിരീടം കണ്ട് പോരണം എന്നുള്ള ചിന്താഗതി മാത്രമുള്ളൂ നമ്മുടെ മൈൻഡിൽ. സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം കാത്തിരിക്കുന്നത് നോവ പ്ലസ് സിറ്റീരിയോ ആൻഡ് ലൂണ എന്ന് പറയുന്ന ആ ഒരു കോംബോ കാണാനായിരിക്കും. പ്രത്യേകം നോവയും ലൂണയും തമ്മിലുള്ള ആ ഒരു കോംബോ കാണാൻ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരിക്കുന്നത്. ഈ പ്രീ സീസൺ മത്സരങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. നമ്മളെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും അതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രീ സീസൺ മത്സരത്തിൽ എങ്ങനെയായിരിക്കും നോവയുടെ പ്രകടനം, അതല്ലെങ്കിൽ മറ്റ് ടീം അംഗങ്ങൾ നോവയോടുള്ള പ്രകടനം എന്നൊക്കെ കണ്ടറിയാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് പൊസിഷൻ എന്ന് പറയുന്നത്. പൊസിഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ അടുത്തായിട്ട് ലാലൻ മാവിയ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ താരത്തെയും നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മളെ ടീം സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ പെപ്ര, സിറ്റീരിയോ അവരൊക്കെ സ്ട്രൈക്കിംഗ് പൊസിഷനിലും കളിക്കുന്ന കളിക്കാരാണ്. അതുപോലെ വിങ്ങുകളിലും കളിക്കുന്ന കളിക്കാരാണ്. അവിടേക്ക് തന്നെ നോവ സദോയി എത്തുന്നു. അപ്പോൾ കോച്ചിൻ്റെ ആ ഒരു തീരുമാനം, കോച്ചിൻ്റെ ആ ഒരു ചിന്താഗതി ആയിരിക്കും ഈ പൊസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടത്. ഇതിനൊക്കെ നമ്മൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രഡിക്ഷൻ കൊണ്ടൊന്നും വരുന്നില്ല. അതായത് എനിക്ക് മനസ്സിലാവേണ്ട കാര്യം എന്ന് പറഞ്ഞത്
ഇവാൻ വുക്കോമനോവിച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രഡിഷൻസൊക്കെ കുറച്ചൊക്കെ ശരിയായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോച്ചിന് എനിക്ക് വലിയ രീതിയിൽ ഇങ്ങനെ അന്വേഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ കുറേ മത്സരങ്ങൾ മൂപ്പരത് കണ്ടിട്ടുണ്ടെങ്കിലും, അതായത് യൂട്യൂബിലൊക്കെ കയറിയിട്ട്, പക്ഷേ വലിയ രീതിയിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ISLക്ക് വരട്ടെ എന്നുള്ള രീതിയിലാണ്. കാരണം ലീഗുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ പ്രീ സീസൺ മത്സരങ്ങളൊക്കെ വരട്ടെ, എന്നിട്ടാവാം നമുക്ക് രണ്ട് ടീമിനെയും അല്ലെങ്കിൽ കോച്ചിനെയും ടീമിനെയൊക്കെ വെച്ചിട്ട് ഒരു കമ്പാരിസൺ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരു അവസരത്തിലാണ്.